إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ثم أما بعد അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളും മാറ്റിത്തീർക്കുവാൻ അറിവിന്റെയും കഴിവിന്റെയും പരമാവധി പരിശ്രമിക്കണമേ എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടൊത്ത് ഇങ്ങനെ വസിയത്ത് ചെയ്യുകയാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും ഏതേത് മേഖലകളിലും നാം ഏത് രൂപത്തിലാണ് ഇടപെടേണ്ടത്, പെരുമാറേണ്ടത് എന്ന് ഏറ്റവും കൃത്യമായി വിശദമായി നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ ഒരു അധ്യാപനങ്ങളുടെ ഫലം, അതിൻ്റെ റിസൾട്ട്, അത് നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരുടെ ജീവിതത്തിലും അത് പ്രാക്ടിക്കലായി പ്രകടമാകേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുകൾ ഹയാത്താക്കുന്നു, അത്രത്തോളം നമുക്ക് റബ്ബിന്റെ അടുക്കലുള്ള പദവികൾ, പ്രതിഫലം വർദ്ധിപ്പിച്ചു കിട്ടും. അത് വളരെ നിസ്സാരമായി കണക്കാക്കുന്ന, നമ്മൾ ചിലപ്പോൾ ചെറുപ്പം മുതലേ കേട്ട് പരിചയിച്ചിട്ടുള്ള, വളരെ സിമ്പിളായി നമുക്ക് ചെയ്യാൻ പ്രാക്ടിക്കലാക്കാൻ പറ്റുന്ന സുന്നത്തുകളായിരിക്കും. പക്ഷേ നമ്മൾ ആ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ മുഖം പിടിക്കുന്നത് കൊണ്ട് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും കിട്ടുന്ന ബറക്കത്തുകൾ, പ്രതിഫലങ്ങൾ, ദറജകൾ അത് വളരെ വലുതായിരിക്കും. ഏതുപോലെ? ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ഏറ്റവും ആദ്യം ചെയ്യുക അല്ലാഹുവിനെ ദിക്ർ ചെയ്യുക എന്നതാണ്. ഒന്നാമത്തെ കാര്യം ദിക്ർ ചെയ്യുക. ഉറങ്ങി എഴുന്നേറ്റാൽ ആദ്യം ചൊല്ലേണ്ട ദിക്ർ, അത് ഹദീസുകൾ പല വ്യത്യസ്ത രൂപത്തിൽ വ്യത്യസ്ത ദിക്റുകൾ നമുക്ക് പഠിപ്പിക്കപ്പെട്ടതായി കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത് ഉറങ്ങി എഴുന്നേറ്റാൽ ചെയ്യാറുള്ള ദിക്റുകൾ ചൊല്ലുക. എന്താണ് അതിന്റെ ബെനിഫിറ്റ്, എന്താ ഉപകാരം, എന്താ? അത് ഹദീസുകൾ നബി സല്ലല്ലാഹു പഠിപ്പിച്ചതായി കാണാം. ഒരു മനുഷ്യൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ, അവൻ ഉറങ്ങിക്കഴിയുമ്പോൾ ശൈത്താൻ അവന്റെ അടുക്കലേക്ക് വരും. എന്നിട്ട് ഉറങ്ങിക്കിടക്കുന്ന ഈ മനുഷ്യന്റെ പെരടിയിൽ 3 കെട്ടുകൾ കെട്ടും. എന്നിട്ട് ഓരോ കെട്ടിലും അവൻ അടിക്കും. എന്നിട്ട് പറയും, അലൈകലയിലും തൊവീറും ഫർഹുദ്, നിനക്ക് വളരെ നീണ്ടൊരു രാത്രിയുടെ, നീ നന്നായി ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് 3 കെട്ടുകൾ ശൈത്താൻ ഒരു മനുഷ്യന്റെ പെരടിയിൽ കെട്ടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇവൻ എഴുന്നേറ്റ് ഒന്നാമത് ആദ്യം ദിക്ർ ചൊല്ലുന്നതോടുകൂടെ ആദ്യത്തെ കെട്ട് അഴിയും. രണ്ടാമത് അവൻ എഴുന്നേറ്റ് വുളൂ ചെയ്യുന്നതോടുകൂടെ രണ്ടാമത്തെ കെട്ട് വഴിയും. പിന്നെ അവൻ ആ വുളൂ ചെയ്തതിൽ പിന്നെ നിസ്കാരം ആരംഭിച്ചു കഴിഞ്ഞാൽ 3ാമത്തെ കെട്ട് വഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഒരു മനുഷ്യന്റെ ഈ 3 കെട്ടുകളും വഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ അന്നത്തെ ദിവസം വളരെ ഉന്മേഷവാനായിരിക്കും. അവന്റെ നെഫ്സ് തൊയ്യിബ് നെഫ്സ്, നല്ല നെഫ്സായിരിക്കും. എന്നാൽ ഈ 3 കെട്ടുകൾ അഴിയാത്തൊരുവനാണെങ്കിൽ അവൻ ഖബീസുൻ നെഫ്സായിരിക്കും. അവന്റെ നെഫ്സ് വളരെ വൃത്തികെട്ടതായിരിക്കും. അതേപോലെ കസ്ലാനായിരിക്കും, മടി പിടിച്ചവനായിരിക്കും. ഉന്മേഷം ഉണ്ടാവില്ല, എനർജി ഉണ്ടാവില്ല, ആക്റ്റീവ് ആയിരിക്കൂല. അന്നത്തെ ദിവസം മുഴുവൻ അവൻ വളരെ എനർജി ഇല്ലാത്ത, മടി പിടിച്ചിട്ടുള്ള, ഇബാദത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഒരു ഉന്മേഷമില്ലാത്ത അവസ്ഥയിലായിരിക്കും. ഇത് തുടക്കം ആദ്യം ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. നമ്മുടെ ദിവസത്തിന്റെ തുടക്കം ശ്രദ്ധിക്കാതാകുമ്പോൾ നമ്മുടെ ആ ദിവസം മുഴുവൻ എനർജി ഇല്ലാതാവും, നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഉന്മേഷം കിട്ടാതായിരിക്കും. അപ്പൊ നമ്മൾ ജീവിതം തുടങ്ങുമ്പോൾ, നമ്മുടെ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന സുന്നത്ത് ഹയാത്താക്കിയിട്ടാണ് നമ്മൾ തുടങ്ങുന്നതെങ്കിൽ
നമ്മുടെ ജീവിതം അത് ആഖിറത്തിലുള്ള ജീവിതം മാത്രം, ദുനിയവിയായ ജീവിതത്തിൽ തന്നെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്, ഗുണങ്ങൾ അത് വളരെ വലുതാണ്. ഇനി അതിൽ പിന്നെ നമ്മൾ എഴുന്നേറ്റ് നമ്മൾ മലമൂത്ര വിസർജനം മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നമ്മൾ പള്ളിയിലേക്ക് പുറപ്പെടുകയാണ്. നമ്മൾ ശ്രദ്ധിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നെന്ന് പറയും, സുബ്ഹി നിസ്കാരം അത് പള്ളിയിൽ തന്നെ നിർവഹിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന പ്രതിഫലങ്ങൾ ധാരാളം ഒരുപാടുണ്ട്. അതൊക്കെ നമുക്കറിയാം. അതിലെല്ലാത്തിനും പുറമെ നമ്മൾ സുബ്ഹി നിസ്കരിക്കാൻ നടന്ന് തന്നെ, വണ്ടി വാഹനം ഉണ്ടായിട്ടും അത് ഉപയോഗിക്കാതെ, സമയം വൈകുക ജമാഅത്തിന് കിട്ടൂല, വണ്ടി എടുത്താല ജമാഅത്ത് മിസ്സാവും എന്നൊക്കെയുള്ള നിർബന്ധിത സാഹചര്യങ്ങൾ വണ്ടി എടുക്കാം. അതല്ലാതെ നമുക്ക് നടക്കാൻ സാധിക്കുമെങ്കിൽ നടന്നു തന്നെ പള്ളിയിൽ പോകുന്നതിന് പ്രതിഫലം നബി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താ പറഞ്ഞതെന്ന് അറിയോ? നിങ്ങൾ കേട്ട് അത്ഭുതപ്പെട്ടു. ബശ്ശിരിൽ മശാഈന ബിദ്ദുലമി ബിന്നൂരി താമി യൗമൽ ഖിയാമ. ഇരുട്ട് പിടിച്ച സമയങ്ങളിൽ പള്ളികളിലേക്ക് നടന്നു പോകുന്ന ആളുകൾ, അവർക്ക് ഖിയാമത്ത് നാളിൽ പരിപൂർണമായ കംപ്ലീറ്റ് ആയിട്ടുള്ള വെളിച്ചം, പ്രകാശം നൽകപ്പെടും എന്ന് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിച്ചുകൊള്ളാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കാം. നമുക്കറിയാം, ഖിയാമത്ത് നാളിൽ നമ്മൾ ഓരോരുത്തരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക ഓരോ അവസ്ഥകളിലാണ്, ഓരോ ഹാലുകളിലാണ്, ഓരോരുത്തരും ഡിഫറൻ്റ് ആയിട്ടായിരിക്കും. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, ഓരോരുത്തർക്കും ചിലവർക്ക് വളരെ ചെറിയ പ്രകാശം മാത്രമേ ഖിയാമത്ത് നാൾ നൽകപ്പെടുകയുള്ളൂ, ചിലർക്ക് വളരെ വലിയ പ്രകാശം നൽകപ്പെടും, ചിലർക്ക് പ്രകാശം ഉണ്ടാവില്ല, അവൻ ഇരുട്ടിൽ തപ്പുകയായിരിക്കും. ഖിയാമത്ത് നാളിൽ നരകത്തിൽ കടക്കുന്നതിന് മുമ്പ് തന്നെ അവൻ പ്രയാസത്തിലായിരിക്കും, ഇരുട്ടിലായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആയത്തുകളിലൊക്കെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സുബ്ഹി നിസ്കാരത്തിനും അല്ലെങ്കിൽ ഇശാ നിസ്കാരത്തിനും മറ്റുമൊക്കെ പള്ളികളിലേക്ക് ഇരുട്ടായിരുന്നിട്ട് പോലും നടന്നു പോകുന്ന ആളുകൾ, അവർക്ക് ഖിയാമത്ത് നാളിൽ പരിപൂർണമായ പ്രകാശം കൊണ്ട് നീ സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കാര്യം. അപ്പൊ സുബ്ഹി നിസ്കാരത്തിന് പള്ളിയിലേക്ക് ഇറങ്ങി നടന്നു പോകാൻ പറ്റുമെങ്കിൽ, പ്രയാസം ഉണ്ടെങ്കിൽ വേണ്ടതില്ല, സാധിക്കുമെങ്കിൽ കഴിവിന്റെ പരമാവധി പള്ളിയിലേക്ക് നടന്നു തന്നെ പോകുന്നതിന്റെ പ്രതിഫലം അത്ര വലുതാണ്. നമ്മൾ വിചാരിക്കുന്ന ഇത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അതേപോലെ നമ്മൾ പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ വുദൂ ചെയ്തിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നില്ലേ? പലപ്പോഴും പല ആളുകളും പള്ളിയിൽ വന്നിട്ടാണ് വുദൂ ചെയ്യാറ്. നമ്മൾ അങ്ങാടിയിൽ നിന്ന് വീട്ടിലേക്ക്, നമ്മൾ മാർക്കറ്റിൽ നിന്ന് പള്ളിയിലേക്ക് പെട്ടെന്ന് വരേണ്ടി വന്നു, പള്ളിയിൽ വന്ന് വുദൂ എടുക്കുന്ന തെറ്റൊന്നുമല്ല. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തിരക്കുകൾ കാരണം വുദൂ നഷ്ടപ്പെട്ടു പോയി പള്ളിയിൽ വന്ന് വുദൂ എടുക്കുന്ന തെറ്റൊന്നുമല്ല. പക്ഷേ വീട്ടിൽ നിന്ന് വുദൂ എടുക്കാൻ നമുക്ക് സാഹചര്യം ഉണ്ടായിരിക്കെ, സൗകര്യം ഉണ്ടായിരിക്കെ നമ്മൾ പള്ളിയിൽ വന്ന് വുദൂ എടുക്കുന്നതിന്റെ നഷ്ടം വളരെ വലുതാണ്. നബി പഠിപ്പിച്ചെന്താ, ഒരാൾ വീട്ടിൽ നിന്ന് വുദൂ എടുത്തുകൊണ്ട് പള്ളിയിലേക്ക് നിസ്കാരം മാത്രം അവൻ ഉദ്ദേശിക്കും, മറ്റൊന്നും അവന്റെ നിയത്തിലില്ല, നിസ്കാരം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അവൻ പള്ളിയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ ഓരോ കാൽവെപ്പിനും, ഓരോ സ്റ്റെപ്പിനും, ഒരു സ്റ്റെപ്പിന് അവന്റെ ഒരു തെറ്റ് പൊറുപ്പിക്കപ്പെടും, മറ്റൊരു സ്റ്റെപ്പിന് അവന്റെ ഒരു തിന്മ പൊറുപ്പിക്കപ്പെടും. ഓരോ സ്റ്റെപ്പുകൾ കഴിയുമ്പോൾ അവന്റെ ദറജകൾ ആഖിറത്തിൽ കൊടുത്തുകൊണ്ടേയിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ല. ഓരോ കാൽവെപ്പിനും നമ്മുടെ വീട്ടിൽ നിന്ന് ഈ പള്ളിയിലേക്ക് 1000 കാൽവെപ്പുണ്ടെങ്കിൽ 500 തിന്മകൾ നമ്മുടെ പൊറുപ്പിക്കപ്പെടും, 500 ദർജകൾ നമ്മുടെ ഉയർത്തപ്പെട്ടു. അല്ലേ? ഒരു സ്വഹാബി, ഹദീസുകളിൽ കാണാം, മദീന പള്ളിയിൽ വരുന്ന സ്വഹാബികളിൽ ഏറ്റവും ദൂരെ വീടുള്ള സ്വഹാബി ആ സ്വഹാബിയാണ്. ഏറ്റവും ദൂരെയായുള്ള വീട്. പക്ഷെ അയാൾക്ക് വാഹനമില്ല. വാഹനമുണ്ട്, പക്ഷെ വാഹനം പള്ളിയിലേക്ക് വരുമ്പോൾ വാഹനം ഉപയോഗിക്കാറില്ല. അപ്പൊ സ്വഹാബികൾ പലരും ചോദിച്ചു, താങ്കൾക്ക് ഞങ്ങളൊരു വാഹനം വാങ്ങിച്ചു തരട്ടെ, അല്ലെങ്കിൽ താങ്കൾക്ക് താങ്കളുടെ വാഹനം പള്ളിയിലേക്ക് വരുമ്പോൾ ഉപയോഗിച്ചുകൂടെ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ? ഞാൻ പള്ളിയിലേക്ക് വരുന്ന സമയം ഒന്നുകിൽ ഇരുട്ടുള്ള സമയമായിരിക്കും, ഒന്നുകിൽ വളരെ ചൂട് പിടിച്ച സമയമായിരിക്കും. ഞാൻ പള്ളിയിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നത് റബ്ബിന്റെ കൽപ്പന പാലിച്ചുകൊണ്ടാണ്, റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. റബ്ബ് എന്നോട് കൽപ്പിച്ച ഈ കൽപ്പന നിറവേറ്റാൻ ഞാൻ എടുക്കുന്ന എഫേർട്ടൊന്നും എനിക്ക് വെറുതെ പാഴായി പോകില്ല. അത് മുഴുവൻ എനിക്ക് പ്രതിഫലമായി നാളെ രേഖപ്പെടുത്തപ്പെടും. ആ വലിയ പ്രതിഫലം മുഴുവൻ എനിക്ക് കിട്ടണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വാഹനം ഉപയോഗിക്കാത്ത പള്ളിയിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ നബിക്കാസ് ഇത് കേട്ടില്ല. അവനപ്പോൾ നബിക്കാസ് എന്നാ പറഞ്ഞറിയോ? അയാൾക്ക് ആ പ്രതിഫലം മുഴുവനും കിട്ടിയിട്ടുണ്ട്, എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ പ്രോത്സാഹിപ്പിക്കണം, അയാൾക്ക് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കുക. എന്ന് മാത്രമല്ല, നിങ്ങൾക്കറിയോ, നിങ്ങൾ അത്ഭുതപ്പെട്ടു, അൻസാരികളിൽപ്പെട്ട ഒരു
കബീല, ഒരു ഗോത്രക്കാർ. അവർ മദീന പള്ളിയിൽ നിന്ന് അവരുടെ വീടുകൾ കുറച്ച് ദൂരെയാണ്. അപ്പൊ അവരെന്നും പള്ളിയിലേക്ക് കൃത്യമായി ജമാഅത്തിന് മുടങ്ങാതെ പങ്കെടുക്കുന്ന ആളുകൾ, നല്ല കുടുംബക്കാരാണ്. പക്ഷേ അവർക്ക് ദൂരെ ആയതുകൊണ്ട് കുറച്ച് പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്തു? ഒരു ജമാഅത്തും മുടങ്ങാതിരിക്കാൻ പള്ളിയുടെ അടുത്തേക്ക് താമസം മാറാൻ അവർ തീരുമാനിച്ചു. ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു. അപ്പൊ എന്താ പറഞ്ഞറിയോ? ദിയാറക്കും തുക്തബാതാറും, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ തന്നെ നിങ്ങൾ ചെലവഴിച്ചാൽ മതി, ആ വീട്ടിൽ തന്നെ നിങ്ങൾ കഴിഞ്ഞുകൂടിയാൽ മതി. നിങ്ങൾ വീട് മാറാൻ പാടില്ല, വീട് മാറേണ്ടതില്ല. കാരണം നിങ്ങൾ ഈ എടുക്കുന്ന എഫേർട്ടുകളൊക്കെ അത് നിങ്ങൾക്ക് നന്മകളായി രേഖപ്പെടുത്തപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ നമ്മൾ പള്ളിയിലേക്ക് വെക്കുന്ന ഓരോ കാൽവെപ്പും അത് നമ്മുടെ മേൽ രേഖപ്പെടുത്തുന്ന ഒരു വലിയ പുണ്യമായി അള്ളാഹു സുബ്ഹാനഹു മനസ്സുകളെ കൊണ്ട് അത് രേഖപ്പെടുത്തുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാണ്. അതേപോലെ തന്നെ നമ്മൾ വുദൂ ചെയ്യുമ്പോൾ നമ്മൾ എന്നും വുദൂ ചെയ്യാറുണ്ട്. നമ്മൾ ഈ കാര്യം ശ്രദ്ധിക്കാറില്ല. നമ്മൾ വുദൂ ചെയ്യുമ്പോൾ നമ്മൾ വുദൂ ചെയ്തതിന് ശേഷം നമ്മൾ ചൊല്ലുന്ന ചെറിയൊരു ദിക്റാണ്. നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ചൊല്ലാൻ മറന്നുപോല. എന്താണ് ദിക്ർ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഈ ഒരു ദിക്ർ നമ്മൾ വുദൂ ചെയ്തതിന് ശേഷം ചൊല്ലിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നത്തി സമാനിയ. ഈ ഒരു ദിക്ർ ഒരാൾ വുദൂ ചെയ്തതിന് ശേഷം ചൊല്ലിക്കഴിഞ്ഞാൽ അവന് വേണ്ടി സ്വർഗത്തിലെ 8 കവാടങ്ങളും തുറക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. സ്വർഗത്തിന് 8 കവാടങ്ങളുള്ളത്. ആ 8 എണ്ണവും ഈ ദിക്ർ ചൊല്ലി ഒരാൾക്ക് വേണ്ടി തുറക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ വിട്ടുപോകുന്ന സുന്നത്തുകളാണ് അല്ലേ? അതേപോലെ നമ്മൾ ബാങ്ക് കേൾക്കുമ്പോൾ പല ആളുകളും അവരുടെ പണികളിൽ തന്നെ ഷുഗറുകളിൽ തന്നെ ബാങ്ക് കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നും പല ആളുകൾക്ക് ഉണ്ടാവാറില്ല. എന്തോ ഒരു അനൗൺസ്മെന്റ് കേൾക്കുന്ന പോലെയാണ്. നമ്മൾ ശ്രദ്ധിക്കണം, സലഫുകൾ അവരുടെ ജീവിതത്തിൽ ഖുർആൻ പാരായണം കേൾക്കുമ്പോൾ അവർ സൈലന്റ് ആയിരിക്കുന്നത് പോലെ ബാങ്ക് കേൾക്കുമ്പോൾ സൈലന്റ് ആയിരിക്കാറ്. ബാങ്ക് കേൾക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന 5 സുന്നത്തുകളുണ്ട്. 5 സുന്നത്തുകൾ ഒരു ബാങ്ക് കേൾക്കുമ്പോൾ ഈ 5 സുന്നത്തിന്റെയും പ്രതിഫലം നിങ്ങൾക്ക് അറിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ബാങ്ക് കേൾക്കുമ്പോൾ മറ്റു ഷുഗറുകളിൽ ഏർപ്പെടില്ല. അത്രയും വലിയ പ്രതിഫലങ്ങൾ കിട്ടുന്ന 5 സുന്നത്തുകൾ ഓരോ ബാങ്കിലും. ഒന്നാമത്തെ സുന്നത്ത് എന്താണെന്നറിയോ? ഇദാ സമിഅ്തുമുൽ മുഅദ്ദിന ഫഖൂലു മിസ്ല മാ യഖൂൽ. നിങ്ങൾ ഒരു ബാങ്ക് കൊടുക്കുന്ന മുഅദ്ദിൻ അയാൾ ബാങ്ക് കൊടുക്കുന്ന കേട്ട് കഴിഞ്ഞാൽ അയാൾ എന്താണോ പറയുന്നത് അതുപോലെ ആവർത്തിക്കാം. ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. അയാൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ നിങ്ങളും അല്ലാഹു അക്ബർ എന്ന് പറയാം. അങ്ങനെ നിങ്ങൾ ബാങ്കിന്റെ അവസാനം വരെ അയാളെ റിപ്പീറ്റ് ചെയ്ത് പിന്തുടർന്ന് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അവൻ ആ ഒരു പ്രവർത്തനം കൊണ്ട് മാത്രം സ്വർഗത്തിൽ പ്രവേശിക്കും. ആ ഒറ്റൊരു അമല് കൊണ്ട് മാത്രം അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. അതേപോലെ തന്നെ നമ്മൾ ഷഹാദത്ത് കലിമ ഉച്ചരിക്കും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതുപോലെ തന്നെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഈ രണ്ട് ഷഹാദത്ത് കലിമകൾ മുഅദ്ദിൻ ഉച്ചരിക്കുമ്പോൾ നമ്മൾ അത് ഉച്ചരിച്ച് അതിനെ റിപ്പീറ്റ് ചെയ്തതിനു ശേഷം അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് നമ്മൾ റിപ്പീറ്റ് ചെയ്തതിനു ശേഷം റദീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലൻ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഗുഫിറ ലഹു ദംബു, അവന്റെ തെറ്റുകളൊക്കെ പൊറുപ്പിക്കപ്പെടും. ഈ 3 വാക്കുകൾ റദീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂല, ഈ ചെറിയ 3 വാക്കുകൾ ഉച്ചരിച്ചു കഴിഞ്ഞാൽ ബാങ്ക് കൊടുക്കുമ്പോൾ അതിന് മറുപടിയായി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഗുഫിറ ലഹു ദംബു, അവന്റെ തെറ്റുകളൊക്കെ പൊറുപ്പിക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. എന്നാലോ ഈ ബാങ്ക് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ട് അല്ലേ? നമ്മൾ പല ആളുകളും നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്വലാത്ത് ചൊല്ലുന്നതിൽ വളരെയധികം പിശുക്ക് കാണിക്കുന്ന ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് എന്താ? ഏറ്റവും വലിയ പിശുക്കൻ അൽ ബഖീലു മൻ ദുഖിർതു ഇൻദഹു ഫലം യുസല്ലി അലൈഹി. ഏറ്റവും വലിയ പിശുക്കൻ ആരാന്നറിയോ? എന്നെ പറ്റി പറയപ്പെട്ടിട്ടും അവൻ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നില്ല. അവനാണ് ഏറ്റവും വലിയ പിശുക്കൻ. ഏറ്റവും വലിയ പിശുക്കൻ അവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേൽ സ്വലാത്ത് ചൊല്ലുന്നത് നമ്മൾ എത്രമാത്രം പുറകിലാണ്. നമ്മൾ ഈ സ്വലാത്ത് ചൊല്ലുന്നതിന് അങ്ങേയറ്റം പ്രതിഫലം പഠിപ്പിക്കുന്ന സന്ദർഭങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭമാണ് ഈ ബാങ്ക് കൊടുത്തതിന് ശേഷമുള്ള സന്ദർഭം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഒരാൾ ബാങ്ക് കൊടുത്തതിന് ശേഷം എനിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുകയും എന്നിട്ട് എനിക്ക് അള്ളാഹു നിശ്ചയിച്ചൊരു പദവിയുണ്ട് സ്വർഗത്തിൽ, വസീല എന്ന് പറയും.
ഈ വസീല എനിക്ക് കിട്ടണം, ഈ റസൂലിന് റബ്ബേ നീ കൊടുക്കണമേ എന്ന് എനിക്ക് വേണ്ടി ചോദിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഹല്ലത്ത് ലഹു ശഫാഅത്തി യൗമൽ ഖിയാമ, അവന് ഖിയാമത്ത് നാൾ എന്റെ ശഫാഅത്ത് കിട്ടുന്ന പഠിപ്പിച്ചു. നിസ്സാര കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത് ഖിയാമത്ത് നാൾ കിട്ടുക എന്നുള്ളത് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന, പ്രതീക്ഷിക്കുന്ന, ആഗ്രഹിക്കുന്ന കാര്യം. ആ കാര്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഴിയായി, സബബായി പഠിപ്പിച്ചെന്നത് ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ അതേപോലെ റിപ്പീറ്റ് ചെയ്യാം. ബാങ്കിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി, വസീലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താണ് പ്രാർത്ഥന? അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദൻ അൽ വസീല വൽ ഫദീല വബഅത്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദി വഅദത. ആ പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചു തന്നിട്ട് കൂടെ ഉണ്ട്. ആ പ്രാർത്ഥന നമുക്ക് കാണാതെ പഠിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാം. നമുക്ക് അറിയുന്ന ഭാഷയിൽ പ്രാർത്ഥിക്കാം. അള്ളാഹുവേ, എന്റെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നീ വാഗ്ദാനം ചെയ്ത ആ ഏറ്റവും വലിയ സ്വർഗത്തിലെ ദർജ അത് നീ നൽകണമേ. നമ്മുടെ ഭാഷയിൽ നമ്മൾ പ്രാർത്ഥിക്കാം. നമുക്ക് ആ പ്രാർത്ഥന കാണാതെ പഠിക്കാൻ പറ്റൂലെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ഖിയാമത്ത് നാളിൽ കിട്ടും എന്ന് അവിടുന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ബാങ്കിന് ശേഷം നിങ്ങൾക്കറിയോ, എത്ര പേർക്കറിയാം, പലരും ശ്രദ്ധിക്കാറേയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താ? ബാങ്കിനും ഇഖാമത്തിനും ഇടയിലുള്ള പ്രാർത്ഥന അത് തള്ളപ്പെടൂല. ബാങ്കിനും ഇഖാമത്തിനും ഇടയിലുള്ള പ്രാർത്ഥന തള്ളപ്പെടൂല. പക്ഷെ ആളുകൾ പ്രാർത്ഥിക്കുന്നു. പലർക്കും പല ആവശ്യങ്ങളുണ്ട്. പലരും പരാതി പറയും, പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഞാൻ കുറേയായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കേണ്ട പോലെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചാൽ ഉത്തരം തരാതിരിക്കാൻ റബ്ബ് വിശിക്കണമെന്നല്ല. റബ്ബിന്റെ ഖജനാവ് കാര്യമായിട്ടില്ല. പലർക്കും പരാതിയാണ്, റബ്ബ് തരുന്നില്ല, റബ്ബിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചെന്ന സന്ദർഭങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കാൻ പ്രോത്സാഹിപ്പിച്ചാൽ നമ്മുടെ പ്രാർത്ഥന തള്ളുകയില്ല എന്ന് പഠിപ്പിച്ചെന്ന ഒരു സന്ദർഭമാണ് ബാങ്കിനും ഇഖാമത്തിനിടയിലുള്ള സന്ദർഭം. നമ്മൾ എത്ര പേര് പ്രാർത്ഥിക്കാറുണ്ട്? ശ്രദ്ധിക്കാറില്ല. അതൊരു പ്രാർത്ഥിക്കാനുള്ള സന്ദർഭമാണ്, ഒരു ഗോൾഡൻ ചാൻസ് ആണ് എന്നുള്ള ചിന്ത പോലും നമുക്ക് പലർക്കില്ല. അതങ്ങനെ കഴിഞ്ഞു പോകും. മറ്റേത് സന്ദർഭവും കഴിഞ്ഞു പോകുന്നത് പോലെ ആ സന്ദർഭവും അങ്ങനെ വെറുതെ കഴിഞ്ഞു പോകും. പ്രാർത്ഥിക്കണം. നമുക്ക് ചോദിക്കാൻ നമ്മളോട് റബ്ബ് പഠിപ്പിച്ചെന്ന് നമ്മുടെ പ്രാർത്ഥന തള്ളൂല എന്ന് ഗ്യാരണ്ടി തന്നിട്ടുള്ള സന്ദർഭങ്ങളാണ് ഇതൊക്കെ. അത്തരം സന്ദർഭങ്ങൾ പ്രാർത്ഥിച്ചാൽ റബ്ബ് തള്ളൂല, സ്വീകരിക്കും. അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് എന്തെല്ലാം ദുനിയവിയും ഉഖറവിയുമായിട്ടുള്ള എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ ആ ആവശ്യങ്ങളൊക്കെ റബ്ബിനോട് പ്രാർത്ഥിക്കാം, ധാരാളമായി പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, നമുക്ക് ഇത്തരം എന്തെങ്കിലും ഒരു പ്രത്യേക സമയവുമായി അല്ലെങ്കിൽ പ്രത്യേക ഒരു സ്ഥലവുമായി കണക്റ്റഡ് ആയിട്ടുള്ള സുന്നത്തുകൾ മാത്രമല്ല ജീവിതത്തിൽ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പൊതുവെ നമുക്ക് ഏത് സന്ദർഭത്തിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സുന്നത്തുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ടൊരു സുന്നത്താണ് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാനുള്ളത്. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാനുള്ളത് നിങ്ങൾക്കറിയോ, നമ്മുടെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് ഒരു സദസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഇരുന്ന് കഴിഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പായി ഏറ്റവും ചുരുങ്ങിയത് 70 പ്രാവശ്യമെങ്കിലും, ഏറ്റവും മിനിമം 70 പ്രാവശ്യമെങ്കിലും അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഏറ്റവും ചുരുങ്ങിയത്. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ജീവിതത്തിലുള്ള പല പ്രയാസങ്ങൾ പലപ്പോഴും ടെൻഷനുകളാണ്. പലർക്കും കച്ചവടത്തിൽ ബറക്കത്തില്ലായ്മയാണ്, അല്ലെങ്കിൽ വീട്ടിൽ പല പ്രശ്നങ്ങളാണ്, പലർക്കും പല ബുദ്ധിമുട്ടുകളാണ്. ഇതിനൊക്കെ പരിഹരിക്കാനുള്ള ഏറ്റവും സിമ്പിളായ സൊല്യൂഷനാണ് എന്ത്? ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാൻ. ഇതിനൊക്കെയുള്ള സിമ്പിളായ സൊല്യൂഷനാണ്. നമ്മൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്നു അത്രത്തോളം നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പം. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാം, നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും, ജോലി സംബന്ധമായിക്കോട്ടെ, ആരോഗ്യ സംബന്ധമായിക്കോട്ടെ, നിങ്ങളുടെ വീട്ടിലുള്ള വിഷയങ്ങളായിക്കോട്ടെ, ഓരോരോ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം നിങ്ങൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്നു അത്രത്തോളം നിങ്ങൾക്കത് എളുപ്പമായിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിങ്ങൾക്കറിയോ, നമ്മൾ ഒരു സൊസൈറ്റി നിന്ന് ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ ചെയ്യാൻ പറ്റാത്ത അത്രയും പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയ്ക്ക് ചെയ്യാറുണ്ട്. ഒറ്റൊരാളാണ്, ഒരൊറ്റൊരു വ്യക്തിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഉമ്മത്ത്, ഒരു സൊസൈറ്റി ഒരുമിച്ച് നിന്ന് ചെയ്താൽ ചെയ്യാൻ പറ്റാത്ത അത്രയും കാര്യങ്ങൾ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ട്. എന്താ കാരണം?
അവിടുത്തെ ജീവിതത്തിൽ മുഴുവനും ദിക്റുകളാണ്. ആയിഷ റളിയല്ലാഹു കാന യദ്കുറുല്ലാഹ ഫീ കുല്ലി അഹ്യാനിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും അല്ലാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. എപ്പോഴും എല്ലാ സന്ദർഭത്തിലും. എത്രത്തോളം നബി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, നിന്റെ നാവ് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ദിക്റിനാൽ പച്ച പിടിച്ചിരിക്കുന്ന അവസ്ഥയിൽ നീ മരിക്കുന്നതാണ് നിനക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉപകരിക്കാൻ പോകുന്ന അമല് എന്ന് നബി സഹാബത്തിൽ പലർക്കും വസീയത്ത് നൽകിയതായി കാണാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള നമുക്ക് എപ്പോഴും ഏത് സമയത്തും ഒരു പ്രത്യേക സമയമായിട്ടോ സന്ദർഭമായിട്ടോ ഒന്നും കണക്റ്റഡ് അല്ലാത്ത, എപ്പോഴും നമുക്ക് അധികരിപ്പിക്കാൻ പ്രാക്ടിക്കലാക്കാൻ പറ്റുന്ന ധാരാളം സുന്നത്തുകൾ വേറെയുമുണ്ട്. ഇത്തരം സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പരമാവധി നമ്മൾ അപ്ലൈ ചെയ്യാം. നമ്മൾ ആ റസൂലിന്റെ ഫോളോവറാണ് എന്ന് നമ്മുടെ നാവ് കൊണ്ട് പറയുന്നതിനേക്കാളും നമ്മുടെ പ്രവൃത്തി കൊണ്ട് അത് കാണിച്ചു കൊടുക്കാം. റബ്ബിന് ആൾക്കാരെ കാണിക്കാനല്ല, റബ്ബിന്റെ അടുക്കൽ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ തെളിയിച്ചു കൊടുക്കാൻ. ഞാൻ എൻ്റെ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ കാര്യങ്ങളും ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ എൻ്റെ മാക്സിമം ശ്രമിക്കുന്ന ഒരാളാണ് എന്ന് നമ്മുടെ ജീവിതം കൊണ്ട് തെളിയിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ അത് കഴിവിന്റെ പരമാവധി പ്രാക്ടിക്കലാക്കി അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആല കണ്ടുമുട്ടുമ്പോൾ അവൻ നമ്മൾ ഓരോരുത്തരും തൃപ്തിപ്പെടുന്ന രൂപത്തിൽ കണ്ടുമുട്ടുവാൻ അവൻ ഓരോരുത്തരും നാം ഓരോരുത്തരും സഹായിക്കുമാറാവട്ടെ. وأقول قولي هذا وأستغفر الله لي ولكم ولسائر المؤمنين فاستغفروه إنه هو الغفور الرحيم. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين. أما بعد. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നാം പരമാവധി ഹയാത്താക്കുന്നതിനെ സംബന്ധിച്ചാണ് സംസാരിച്ചു വന്നത്. അതിൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന നിസ്സാരമായ ചില കാര്യങ്ങൾ അതുകൂടെ പറഞ്ഞിട്ട് ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കാം. അതിലൊന്ന് പല്ല് തേക്കലാണ്. അത് മിസ്വാക്ക് കൊണ്ടോ അറാക്കിന്റെ കഷ്ണം കൊണ്ടോ എന്ത് കാര്യം കൊണ്ടാണെങ്കിലും പല്ല് വൃത്തിയാകുന്ന, വായ വൃത്തിയാകുന്ന എന്തൊരു കാര്യം കൊണ്ട് നമ്മൾ പല്ല് തേച്ചാലും ആ സുന്നത്ത് കിട്ടും. നിങ്ങൾക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, അദ്ദേഹം ദിക്റുകൾ കഴിഞ്ഞാൽ പിന്നെ ആദ്യം ചെയ്യേണ്ടതെന്നറിയോ? പല്ല് തേക്കൽ. ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നാമത് പല്ല് തേക്കൽ. ഉറങ്ങാൻ കിടക്കുമ്പോൾ ദിക്റുകൾ ചൊല്ലിക്കഴിഞ്ഞ് അവസാനം ഉറങ്ങുന്നതിന് അവസാനം എന്ത് ചെയ്യും? ലാസ്റ്റായി പല്ല് തേച്ചിട്ട് ഉറങ്ങും. അദ്ദേഹത്തിന്റെ ജീവിതം തുടങ്ങുന്നതും അവസാനിക്കുന്നത് പല്ല് തേച്ചിട്ടാണ്. എത്രത്തോളം അദ്ദേഹം പറഞ്ഞു, ലൗലാ അൻ അശുക്ക അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാകി ഇൻദ കുല്ലി സ്വലാത്ത്. എന്റെ ഉമ്മത്തിന് പ്രയാസമാകില്ലായിരുന്നെങ്കിൽ, ബുദ്ധിമുട്ട് ഡിഫിക്കൽട്ട് ആകില്ലായിരുന്നെങ്കിൽ ഞാൻ ഓരോ നിസ്കാരത്തിന്റെ ഒപ്പവും പല്ല് തേക്കൽ നിർബന്ധ കമ്പൽസറി ആക്കുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് പ്രയാസമാകും എന്ന് ബുദ്ധിമുട്ടാകുന്ന പേടിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നമ്മുടെ മേൽ കമ്പൽസറി നിർബന്ധമാക്കാതിരുന്നത്. നമുക്ക് ബുദ്ധിമുട്ടാകുന്ന പേടിച്ചിട്ടാണ്. കാരണം അത്രയും ആഗ്രഹമുണ്ട് നിർബന്ധമാക്കാൻ, പക്ഷെ പ്രയാസമാകുന്നുള്ള അത്രയും വലിയ ബെനിഫിറ്റുള്ള, നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും അത്രയും ഖൈറുകൾ കിട്ടുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്കറിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിവാക്കിനെ പറ്റി പഠിപ്പിച്ചിട്ടുണ്ടെന്നറിയോ? അസ്സിവാഖു മത്ഹറത്തുൻ ലിൽ ഫമി വമർദാത്തുൻ ലിറബ്ബ്. വായയെ ശുദ്ധീകരിക്കുകയും ചെയ്യും, റബ്ബിനെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യും. ദുനിയാവിൽ മാത്രമല്ല അതിന്റെ ബെനിഫിറ്റ്. പല്ല് തേച്ചാൽ കിട്ടുന്ന ബെനിഫിറ്റ് ദുനിയാവിൽ ഇവിടെ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് മാത്രമല്ല, റബ്ബിന് തൃപ്തികരവുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. നിങ്ങൾക്കറിയോ ഇന്നത്തെ കാലത്ത് ഏറ്റവും അധികം രോഗങ്ങൾ, ഏറ്റവും അധികം പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് നിങ്ങൾ പരിശോധിച്ചാൽ ഡൈജഷൻ പ്രോബ്ലം, വയറുമായി ബന്ധപ്പെട്ട രോഗങ്ങളാണ്. അത് നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ഈ രോഗങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ എന്താണെന്നറിയോ? പല്ല് തേക്കുക എന്നുള്ള സുന്നത്ത്, മിസ്വാക്ക് എന്നുള്ള സുന്നത്ത്, ആ സുന്നത്ത് മുസ്ലിമീങ്ങൾ കൃത്യമായി പ്രാക്ടിക്കലാക്കാറുണ്ട്. ആ സുന്നത്ത് നമ്മൾ പ്രാക്ടിക്കലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഡെന്റിസ്റ്റിന്റെ അടുക്കൽ ഒരിക്കലും പോകേണ്ടി വരില്ല. വയറും സംബന്ധമായ രോഗങ്ങൾ കാരണം നമ്മൾ ഒരിക്കലും പ്രയാസപ്പെടില്ല. നമ്മുടെ ജീവിതത്തെ ഏറ്റവും അധികം ഫ്രീക്വന്റായി കടന്നു വന്നിരുന്ന രോഗങ്ങളിൽ 75% ഇല്ലാതാവും. 75% ഇല്ലാതാവും. നിസ്സാരപ്പെട്ട കാര്യമില്ല. നമ്മൾ കാണുമ്പോൾ നേർക്ക് നേരെ നോക്കുമ്പോൾ ചെറിയൊരു കാര്യമില്ലേ നമ്മൾ വിചാരിക്കും.
പക്ഷെ അതുകൊണ്ടുണ്ടാവുന്ന ബെനഫിറ്റുകൾ വളരെ വലുതാണ്. എല്ലാത്തിലുപരി റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സിമ്പിളായി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സുന്നത്താണ് എല്ലാ നല്ല കാര്യങ്ങളിലും വലതിനെ മുന്തിക്കുക. റൈറ്റ് ഹാൻഡ് അല്ലെങ്കിൽ റൈറ്റ് ലെഗ് എല്ലാ കാര്യങ്ങളും. നമ്മൾ മുടി ചെയ്യുമ്പോൾ പോലും വലത് കൊണ്ട് തുടങ്ങാം, താടി ചെയ്യുമ്പോൾ വലത് കൊണ്ട് തുടങ്ങാം, പല്ല് തേക്കുമ്പോൾ വലത് കൊണ്ട് തുടങ്ങാം, വസ്ത്രം ധരിക്കുമ്പോൾ ആദ്യം വലത്തേ കൈയിടുക, ചെരുപ്പ് ധരിക്കുമ്പോൾ ആദ്യം വലത്തേ കാലിടുക. ഓരോന്നിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലതിനെ മുന്തിക്കാറുണ്ട്. നല്ല എല്ലാ കാര്യങ്ങളിലും വലതിനെ മുന്തിക്കാറുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു സുന്നത്താണ് മോശപ്പെട്ട കാര്യങ്ങളിൽ വലത്തേ കൈ ഉപയോഗിക്കാതിരിക്കുക. മൂക്ക് ചീറ്റുമ്പോൾ പോലും വലത് കൈ ഉപയോഗിക്കരുത്. നമ്മൾ ജസ്റ്റ് ഒന്ന് മൂക്ക് ചീറ്റുമ്പോൾ പോലും നമ്മുടെ വലത്തേ കൈ ഉപയോഗിക്കരുത്. വലത് കൈ നല്ല കാര്യങ്ങൾക്കുള്ളതാണ്. ആളുകൾക്ക് ഷെയ്ക്ക് കൊടുക്കാനുള്ളതും അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ, ഇങ്ങനത്തെ നല്ല കാര്യങ്ങൾക്കുള്ളതാണ് വലത്തേ കൈ. അങ്ങനെ മോശപ്പെട്ട മൂക്ക് ചീറ്റുക അല്ലെങ്കിൽ വിസർജ്യം കഴുകുക, ഇങ്ങനത്തെ മോശപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഇടത്തേ കൈ ഉപയോഗിക്കണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു സുന്നത്താണ് അല്ലേ? നമ്മളിപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കൊറോണയും മറ്റു കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഏറ്റവും അധികം പ്രശ്നമായി നിന്നിരുന്നത് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കലാണ്. കാരണം ഇങ്ങനെ കൊടുക്കുമ്പോൾ രോഗാണുക്കൾ അതിലൂടെ പകരും. അത് മുസ്ലിമീങ്ങൾ ഈ സുന്നത്ത് പാലിച്ചാൽ ഒരിക്കലും പകരൂല. ഈ സുന്നത്ത് ഹയാത്താക്കൽ ഒരിക്കലും അങ്ങനെ പകരൂല. എല്ലാ വൃത്തികെട്ട കാര്യങ്ങൾക്കും ഇടത്തും വലത്തൊന്നും ഇല്ലാതെ, ഒരു വേർതിരിവില്ലാതെ മൂക്ക് ചീറ്റാനും വലത്തേക്ക് ഉപയോഗിക്കും. മറ്റുള്ള കാര്യങ്ങൾക്കില്ലേ, നമ്മൾ മൂത്രം ഒഴിക്കുമ്പോൾ പ്രൈവറ്റ് പാർട്ട് വലത്തേക്ക് കൊണ്ട് തുടരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? വലത്തേക്ക് കൊണ്ട് അവിടെ തുടരുത്. നെജസായി ആയിട്ടില്ലെങ്കിൽ പോലും വലത് കൈ കൊണ്ട് അവിടെ സ്പർശിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അത്തരം സ്ഥലങ്ങളിൽ, അത്തരം കാര്യങ്ങളിൽ ഇടത് കൈ ഉപയോഗിക്കാവൂ. ഇങ്ങനെ നമ്മുടെ ജീവിതവുമായി, ദുനിയവിയും ആഖിറവുമായിട്ട് ഒരുപാട് ബെനിഫിറ്റ് ഉള്ള എത്രയോ കാര്യങ്ങളിൽ നേർക്ക് നേരെ കണക്ഷനുള്ള ഒരുപാട് സുന്നത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാക്ടിക്കലാക്കിയാൽ നമ്മുടെ ആഖിറം മാത്രമല്ല നന്നാവുക, നമ്മുടെ ദുനിയാവും വളരെ സിമ്പിളാവും. വളരെ റാഹത്തുള്ള, സമാധാനമുള്ള, ആരോഗ്യമുള്ള, വളരെ സമാധാനപൂർവ്വമായി നമുക്കൊരു നല്ലൊരു മരണത്തിലൂടെ നമുക്ക് റബ്ബിനെ കണ്ടുമുട്ടാൻ സാധിക്കും. നിങ്ങൾക്കറിയോ, പല രോഗങ്ങളും പല ബുദ്ധിമുട്ടുകളും, പല ആളുകളും രോഗങ്ങൾ വരുമ്പോൾ പല ചികിത്സകളും ചെയ്യാറുണ്ട്. ഹോമിയോപ്പതി ചെയ്യാറുണ്ട്, അലോപ്പതി ചെയ്യാറുണ്ട്, ആയുർവേദം പോകാറുണ്ട്, യുനാനി ചെയ്യാറുണ്ട്, പലതരത്തിലുള്ള ചികിത്സകൾ ചെയ്യാറുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ചികിത്സകൾ പലർക്കും അറിയില്ല. അള്ളാഹു ഖുർആനിൽ പഠിപ്പിച്ചെന്ന എല്ലാത്തിനും ശമനമുണ്ടെന്ന് പഠിപ്പിച്ചെന്ന ഒരു മരുന്നിനെ പറ്റി പലർക്കും അറിയില്ല. അത് പലരും ഒരു രസത്തിന് കുടിക്കുകയാണ്. എന്താണ്? തേന. ഫീഹി ശിഫാഉൻ ലിന്നാസ്. അള്ളാഹ് പറഞ്ഞത് അതിൽ ജനങ്ങൾക്ക് ശമനമുണ്ടെന്ന് പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണെന്ത്? കരിഞ്ജീരകം, ബ്ലാക്ക് സീഡ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് അതിൽ മരണമല്ലാത്ത എല്ലാ രോഗങ്ങൾക്കും ശമനമുണ്ടെന്നാണ്. മരണമല്ലാത്ത എല്ലാ രോഗങ്ങൾക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 90% രോഗങ്ങൾക്കും നമുക്ക് കരിഞ്ജീരം കൊണ്ട് ചികിത്സിക്കാൻ സാധിക്കും. സിമ്പിളായി, വളരെ എഫക്റ്റീവായി. വളരെ അത്യാവശ്യം വരുമ്പോൾ വളരെ റെയറായിട്ട് മാത്രമേ നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുള്ളൂ അല്ലേ? ഇന്നിപ്പോൾ ഹോസ്പിറ്റലുകളിൽ ഏറ്റവും കൂടുതൽ പോകുന്ന കൺസ്യൂമേഴ്സ് മുസ്ലിമീങ്ങളാണ്. എന്തുകൊണ്ട്? അത്തരം സുന്നത്തുകൾ അറിയാത്തതുകൊണ്ടാണ്. ഇത്തരം സുന്നത്തുകൾ അറിയില്ല അവർക്ക് അല്ലേ? ഹിജാമ ചെയ്യുക, അത് ഹിജറ കലണ്ടറിൽ ചന്ദ്രമാസം 17, 19, 21 ഈ 3 ദിവസങ്ങളിൽ ഹിജാമ ചെയ്തു കഴിഞ്ഞാൽ അത് മരണമല്ലാത്ത എല്ലാ രോഗങ്ങൾക്കും ശമനമാണ് ഇതിന്റെ വിശ്വാസം പഠിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു 90% നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ ചാൻസ് ഉള്ള രോഗങ്ങളും നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും, വരാതെ സൂക്ഷിക്കാൻ പറ്റും. ഇങ്ങനെ എത്ര കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഒരുപാട് സുന്നത്തുകൾ നമ്മൾ മറന്നുപോയിട്ടുള്ള, നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കാതെ വിട്ടുപോയിട്ടുള്ള ഒരുപാട് സുന്നത്തുകൾ. ഇതുകൊണ്ട് നഷ്ടം റബ്ബിനല്ല, നമുക്ക് മാത്രമാണ്. റബ്ബിനൊരു നഷ്ടമില്ല. നമ്മുടെ ജീവിതം എളുപ്പമാകുന്നത് അത് കൂടുതൽ ടഫായിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ വരികയാണ്. മെന്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഒരുപാട് പ്രയാസങ്ങൾ നമുക്കിങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം. എന്നിട്ടോ തീർന്നില്ല. റബ്ബിന്റെ അടുക്കൽ എത്തുമ്പോൾ നമ്മുടെ ദർജകൾ കുറഞ്ഞു പോകണം, നമുക്ക് കിട്ടേണ്ട പ്രതിഫലങ്ങൾ കുറഞ്ഞു പോകണം. നിമിഷം പഠിപ്പിക്കുന്ന ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുന്നത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കണം. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ. ഒരു നന്മയും നിങ്ങൾ നിസ്സാരമായി കണക്കാക്കരുത്. ഒരു നന്മയും നിങ്ങൾ നിസ്സാരമായി കണക്കാക്കരുത്. ഏത് നന്മ കാരണത്താലാണ്
നമ്മൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടാൻ പോകുന്നത് നമുക്കറിയില്ല. അതേപോലെ ഒരു തിന്മയും നിങ്ങൾ നിസ്സാരമായി കണക്കാക്കുക. ഏത് തിന്മ കാരണത്താലാണ് നിങ്ങൾ നരകത്തിൽ പ്രവേശിപ്പിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് നാം ഓരോ സുന്നത്തുകളെയും പരമാവധി ആളുകൾക്ക് സുന്നത്തല്ലേ സില്ലിയായിട്ട് കളയും. സ്വഹാബത്ത് അങ്ങനെയല്ല. സുന്നത്താണോ എങ്കിൽ ഞങ്ങളത് അപ്ലൈ ചെയ്യും. ഇതാണ് സ്വഹാബത്തിന്റെ മെന്റാലിറ്റി. നമ്മുടെ മെന്റാലിറ്റിയുടെ ഡിഫറൻസ് അതാണ്. സ്വഹാബത്ത് സുന്നത്തുകൾ അത്രയും വലിയ കാര്യമായിട്ട് കണക്കാക്കി. നമ്മുടെ സുന്നത്ത് അത് സെക്കൻഡ് കാറ്റഗറി, നമ്മൾ അങ്ങനെ കണക്കാക്കും. ഇതാണ് നമ്മുടെ സ്വഹാബത്തും നമ്മുടെ പൂർവികരും തമ്മിലുള്ള വ്യത്യാസം. ആ ഒരു രൂപത്തിലേക്ക് നമ്മൾ തരംതാണ് പോകരുത്. സുന്നത്തുകളെ പരമാവധി നമ്മുടെ ജീവിതത്തിൽ കഴിയുന്നത്ര മാക്സിമം നമ്മൾ ഒഴിവാക്കിയാൽ കുറ്റം കിട്ടുന്നില്ല, നരകത്ത് പോകുന്നില്ല. പക്ഷെ കഴിയുന്നത്ര നമ്മുടെ സാധിക്കുന്ന കാര്യങ്ങൾ മാക്സിമം നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പരിശ്രമിക്കുക. അങ്ങനെ നമ്മുടെ ദുനിയാവും ആഖിറവും എളുപ്പമുള്ളതാക്കി തീർക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും പരമാവധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയി പഠിക്കുവാൻ, അവിടുത്തെ ജീവിതത്തിലെ ഓരോ സുന്നത്തുകളും മാക്സിമം നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കാനും റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ ഒരുപാട് അബദ്ധങ്ങൾ, അപാകതകൾ, ന്യൂനതകൾ, അറിവില്ലായ്മ കൊണ്ടും അറിഞ്ഞും വികാരങ്ങൾ അതിജയിച്ചിട്ടൊക്കെ പറ്റിപ്പോയ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ, അതൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുകയും ഇനിയുള്ള ജീവിതം ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കുന്ന, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ധാരാളം സഹോദരന്മാരുണ്ട്. അവർക്ക് എല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുമാറാവട്ടെ. നമ്മളിവിടെ ഒരുമിച്ച് ചേർത്തതുപോലെ നമ്മളെയും നമ്മുടെ ബന്ധുമിത്രാദികളെയും കൂട്ടുകുടുംബങ്ങളെയും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലൈഹി വസല്ലം നബിയനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.